ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഈ ഒരു പാൻറ്റിൻ്റെ പ്ലാസോ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് പ്ലാസോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇനി ഒന്ന് നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് പൊട്ട വശത്ത് വേണം നമ്മൾ അടയാളപ്പെടുത്താൻ. അപ്പോൾ ആ രീതിയിൽ നാലായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ലെങ്ത്ത് അടയാളപ്പെടുത്താം. ലെങ്ത്ത് 25 ഇഞ്ചാണ് എനിക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത്. അതിൽ കൂടെ ഒരു 3 ഇഞ്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 28 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 25 ഇഞ്ചിൽ 3 ഇഞ്ച് ആഡ് ചെയ്തത് 1 ഇഞ്ച് ബോട്ടം മടക്കി സ്റ്റിച്ച് ചെയ്യാനും 2 ഇഞ്ച് എലാസ്റ്റിക് ഇടുന്ന അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ലെങ്ത്ത് 28 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുക. ഇത് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു 28 ഇഞ്ച് അടയാളപ്പെടുത്തിയത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അതേമാതിരി അതിന് താഴെ 2 ഇഞ്ചും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ചെടുക്കുക. എന്നിട്ട് ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഒരു 25 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അതും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് അരവണ്ണം ഇനി അടയാളപ്പെടുത്തണം. എനിക്ക് 8.5 ഇഞ്ചാണ് അരവണ്ണം വേണ്ടത്. അപ്പോൾ അത് 8.5 ഇഞ്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴേക്ക് ഇനി ക്രോച്ച് ലെങ്ത്ത് ഞാൻ 9 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അത് 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടത്തിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്താം. അപ്പോൾ എത്രയാണ് നമുക്ക് ലൂസ് വേണ്ടത് അതിനനുസരിച്ച് നമുക്കവിടെ ലൂസ് എടുക്കാം. ഞാനിപ്പോൾ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ക്രോച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ക്രോച്ചിൻ്റെ ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 വശവും നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ലാസ്റ്റ് ഭാഗത്ത് ഇവിടെ ഒരു തരി ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ്ട് എടുക്കണം. എന്നിട്ട് അതിൽ കൂടെ നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. എലാസ്റ്റിക് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ അരവണ്ണം എത്രയാണ് അതിനേക്കാൾ ഒരു 3 ഇഞ്ച് കുറവിൽ നമ്മൾ എലാസ്റ്റിക് എടുക്കുക. എനിക്ക് 25 ഇഞ്ച് തന്നെയാണ് എൻ്റെ അരവണ്ണം വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 3 ഇഞ്ച് കുറച്ചിട്ട് 22 ഇഞ്ചാണ് ഞാൻ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളും എടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇതിൽ കൂടെ നമുക്ക് ഈ എലാസ്റ്റിക് എടുക്കുക. എലാസ്റ്റിക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഗ്യാപ്പ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ ഈ പാൻറ്റിൻ്റെ അടിവശം നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.